നമസ്കാരം. മലയാളി വാർത്ത അനാലിസിസിലേക്ക് സ്വാഗതം. ബാർക്കോഴയുടെ പേരിൽ കെ.എം. മാണിയെ വളഞ്ഞിട്ടാക്രമിച്ച പിണറായി വിജയനും CPM-ഉം അതേ നാണയത്തിൽ തിരിച്ചടി ഉണ്ടാകുന്നത് കാലത്തിന്റെ പ്രഹേളിക മാത്രമാണ്. കെ.എം. മാണിയെ മുഖ്യമന്ത്രിയാക്കുമെന്ന് ഉറപ്പ് നൽകി അദ്ദേഹത്തെ UDF-ൽ നിന്നും അടർത്തി സർക്കാർ രൂപീകരിക്കാൻ ശ്രമിച്ച പിണറായി വിജയൻ തന്നെയാണ് പിന്നീട് ബാർക്കോഴ ഏറ്റെടുത്തതും. മാണി മുന്നണി വിടുന്നത് ഉറപ്പായതോടുകൂടിയാണ് രമേശ് ചെന്നിത്തലയും സംഘവും ബാർക്കോഴ ഉയർത്തിക്കൊണ്ടുവന്നത്. മാണി രാജിവെക്കുകയും പിന്നീട് UDF വിടുകയും തെരഞ്ഞെടുപ്പിന് മുമ്പ് തിരികെ വരികയും ചെയ്തു. മകൻ ജോസ് കെ മാണി UDF-ലെ യൂദാസുമാരെ ഭയന്ന് ഇടതുപാളയത്തിലേക്ക് ഓടിക്കയറുകയും ചെയ്തു. ബാർക്കോഴ ശക്തമായ കാലത്ത് ഉമ്മൻചാണ്ടി സർക്കാർ ബാറുകൾ പൂട്ടാൻ ഉത്തരവിട്ടിരുന്നു. പിന്നീട് അധികാരത്തിൽ വന്ന പിണറായി സർക്കാർ ബാറുകൾ തുറക്കുകയും ഇപ്പോഴത്തേത് റെക്കോർഡ് എണ്ണത്തിലേക്ക് കുതിക്കുകയും ചെയ്തു. ഈ ബാർ ഉടമകളിൽ നിന്ന് മിനിമം രീതിയിൽ കോഴ വാങ്ങിയാൽ 250 കോടിയോളം രൂപ വരുമെന്നാണ് CPI ഇടുക്കി ജില്ലാ സെക്രട്ടറി K ശിവരാമൻ ചൂണ്ടിക്കാട്ടുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഉണ്ടായ ശബ്ദ സന്ദേശവും ആരോപണവും MV ഗോവിന്ദനും MB രാജേഷും പറയുന്നത് പോലെ പുകമറ സൃഷ്ടിക്കാനായി ആരോ പടച്ചുവിട്ടതല്ല. തെരഞ്ഞെടുപ്പ് കാലത്തെ കോഴ ഇടപാടിന് കളമൊരുങ്ങുകയാണ്. ബാർ ഉടമകളിൽ നിന്ന് കോടികൾ പിരിവ് വാങ്ങുന്നതായി കാണിച്ച് എക്സൈസിന് ആരോ ഊമക്കത്തയച്ചിരുന്നു. ചില രാഷ്ട്രീയ നേതാക്കൾക്ക് കൈമാറാനാണ് ഈ പണം എന്നായിരുന്നു കത്തിലെ പ്രധാന ആരോപണം. അതുകൊണ്ട് ലോക്സഭാ ഇലക്ഷന് മുമ്പ് എക്സൈസ് വിജിലൻസ് വിഭാഗം കത്തിനെ കുറിച്ച് അന്വേഷണം ആരംഭിച്ചിരുന്നു. വിജിലൻസ് CI-യുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത്. 3 ലക്ഷം വീതമാണ് ബാർ ഉടമകളിൽ നിന്ന് തെരഞ്ഞെടുപ്പ് സമയത്ത് പിടിച്ചെടുത്തതെങ്കിലും ഇത് നേതാക്കൾക്കോ പാർട്ടിക്കോ നൽകിയില്ല. ഇതോടെ ബാർ ഉടമകളുടെ സംഘടനയിൽ പ്രശ്നമുണ്ടായി. തെരഞ്ഞെടുപ്പിന് ശേഷം വീണ്ടും പണം പിരിക്കാനുള്ള ശ്രമം നടന്നതാണ് ബാർ ഉടമകളുടെ സംഘടനയിൽ തർക്കത്തിനിടയാക്കിയതും ആരോ വാട്സ്ആപ്പ് വോയിസ് മെസ്സേജ് പുറത്തുവിടുകയും ചെയ്തു. സംസ്ഥാനത്ത് 801 ബാറുകളിൽ നിന്ന് 2.5 ലക്ഷം രൂപ വെച്ച് പിരിച്ച 20 കോടികളുടെ ഇടപാടാണ് നടന്നത് എന്നാണ് ആരോപണം. K.M. മാണി 1 കോടി വാങ്ങിയെന്നായിരുന്നു പ്രതിപക്ഷ ആക്ഷേപം. അതേസമയം എല്ലാ ബാറുകളും പണം കൊടുത്താൽ 250 കോടിയാകുമെന്നും ഈ പണം എവിടേക്കാണ് പോകുന്നത് എന്നും ചോദ്യമുണ്ട്. കാശുണ്ടെങ്കിൽ സർക്കാരിനെ സ്വാധീനിക്കാൻ കഴിയുമെന്നത് ഗൗരവമുള്ള കാര്യമാണ് എന്ന് CPI നേതാവ് K ശിവരാമൻ പറഞ്ഞത് വെറുതെയല്ല. പ്രതിപക്ഷം 20 കോടിയും ശിവരാമൻ 250 കോടിയും എന്ന് പറയുമ്പോൾ ഇതിലെന്തോ ചീഞ്ഞു നാറുന്നുണ്ടെന്നാണ് തോന്നുന്നത്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഡ്രൈഡേ എടുത്ത് കളയുമെന്നും 2.5 ലക്ഷം വീതം നൽകണമെന്നുമാണ് പുറത്തുവന്ന ശബ്ദ സന്ദേശത്തിൽ പറയുന്നത്. അപ്പോൾ സംഗതികൾ അണിയറയിൽ ആസൂത്രണം ചെയ്തിരുന്നു എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റം പറയാനാകില്ല. കാരണം ഈ ശബ്ദ സന്ദേശം പുറത്തു വരും മുമ്പ് ഡ്രൈഡേ ഒഴിവാകുന്നത് സംബന്ധിച്ച വാർത്തകൾ പുറത്തു വന്നിരുന്നു. അത് വന്നതല്ല, വരുത്തിയതാണ് എന്ന് വ്യക്തം. പണത്തെ ചൊല്ലി ബാറുടമകൾ തമ്മിലുണ്ടായ തർക്കത്തെ തുടർന്നാണ് ഇതെല്ലാം ആരൊക്കെയോ പുറത്തുപിടിച്ചത്. മദ്യനയം സംബന്ധിച്ച തീരുമാനം എടുത്തില്ല എന്ന ന്യായീകരണമാണ് എക്സൈസ് മന്ത്രി പറയുന്നത്. ബാറുടമകളുമായി വിലപേശിയ ശേഷം മദ്യനയം രൂപീകരിച്ച സംഭവങ്ങൾ സംസ്ഥാനത്ത് മുമ്പ് ഉണ്ടായിരുന്നിട്ടുണ്ട് എന്ന് പലർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് മന്ത്രി പറയുന്നത് അപ്പടി വിശ്വസിക്കാൻ ഒക്കില്ല. ബാറുടമകൾ സംസ്ഥാനത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ വരുമാനം സ്രോതസ്സാണെന്നതിൽ സംശയവുമില്ല. ബാർ ലൈസൻസ് ഇരട്ടിയോളമാണ് എന്ന് പിണറായി സർക്കാർ കൂട്ടിയത്. ഉമ്മൻചാണ്ടി പഞ്ചനക്ഷത്ര ബാറുകൾക്ക് ലൈസൻസ് കൊടുക്കാൻ തീരുമാനിച്ചപ്പോൾ മദ്യം ഒഴുക്കാനുള്ള നീക്കമാണ് എന്ന് UDF-ന്റെ മദ്യനയം തട്ടിപ്പാണ് എന്നും LDF വന്നാൽ മദ്യനയത്തിനെതിരെ പോരാടുമെന്നും പറഞ്ഞ പിണറായി വിജയൻ അധികാരത്തിലെത്തിയ ശേഷം ആദ്യം 669 ബാറുകൾക്കും പിന്നീട് 130 ബാറുകൾക്കാണ് അനുമതി നൽകിയത്. ഇതാണ് CPM-ന്റെ ഉഡായിപ്പ് പരിപാടി. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ പറയുന്നതല്ല, അധികാരത്തിലേറുമ്പോൾ നടപ്പാക്കുന്നത്.